بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. റബ്ബ് നമ്മുടെ പാപങ്ങൾ പൊറുത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കി തരട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവരുടെ ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും ഭാഗ്യം നൽകട്ടെ. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും സർവ്വ നേട്ടങ്ങളും ഒരാൾക്ക് കിട്ടാണെങ്കിൽ യഥാർത്ഥ വിജയത്തിന്റെ 11 അടയാളങ്ങൾ മഹാന്മാർ എണ്ണി പറഞ്ഞതിൽ ഒന്നാമത്തേത് അയ്യകൂന സാഹിദൻ ഫിദ്ദുനിയ വറാഗിബൻ ഫിൽ ആഖിറ. ദുനിയാവിന്റെ വിഷയത്തിൽ അമിതമായ ആഗ്രഹങ്ങളില്ലാതെ ആഖിറത്തിന്റെ വിഷയത്തിലേക്ക് ആഗ്രഹങ്ങൾ വരുന്ന ഒരു സുഹൃദിന്റെ സ്വഭാവം ഒന്നാമത്തെ അടയാളം അതാണ്. രണ്ടാമത്തെ അടയാളം വിജയം സുനിശ്ചിതമായിട്ടുള്ള മനുഷ്യനിൽ ഇബാദത്തിന് കൂടുതൽ താല്പര്യവുമുണ്ട്, പ്രത്യേകിച്ച് ഖുർആൻ പറയുന്നത്. മൂന്നാമത്തെ അടയാളം ആ മനുഷ്യൻ സംസാരത്തിൽ ആവശ്യമില്ലാത്തതൊന്നും പറയൂല, ആവശ്യമില്ലാത്ത ഒരു വർത്തമാനത്തിലേക്കും അവൻ പോവുകയില്ല. നാലാമത്തെ അടയാളം അൻ യകൂന മുഹാഫിളൻ അല സ്വലവാത്തിൽ ഖംസി. 5 വഖത്ത് ഫർദ് നിസ്കാരത്തിന്റെ സമയബന്ധിതമായ പൂർത്തീകരണത്തിൽ അതിന്റെ സൂക്ഷ്മതയിൽ കൃത്യനിഷ്ഠ പുലർത്തുന്ന പാലിക്കുന്ന ആളായിരിക്കും. ഇങ്ങനെ 4 അടയാളങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. 5ാമത്തെ അടയാളം, വിജയത്തിന്റെ 5ാമത്തെ അടയാളം വൽ ഖാമിസത്തു അൻ യകൂന വറഅൻ ഫീമാ ഖല്ല ഔ കസറ മിനൽ ഹറാമി വശുബ്ഹാത്തി. ഹറാമ് എന്ന് വ്യക്തമായിട്ടുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ ഹറാമെന്നോ ഹലാലെന്നോ വ്യക്തമല്ല, ഇതിന്റെ ഇടയിൽ തീരുമാനിക്കപ്പെടാൻ കഴിയാത്ത കാര്യത്തിൽ എത്ര ചെറുതാണെങ്കിൽ പോലും സൂക്ഷ്മത പുലർത്തി പൂർണ്ണമായും വർജിക്കുക എന്ന സ്വഭാവം വിജയത്തിന്റെ അടയാളമായി മഹാന്മാർ രേഖപ്പെടുത്തുന്നു. എന്താ പറഞ്ഞത്? 5ാമത്തെ കാര്യം ഹറാമാണെന്ന് വ്യക്തമായിട്ടുള്ള കാര്യം പൂർണ്ണമായും ഒഴിവാക്കുന്നു. ഹറാമാണോ ഹലാലാണോ എന്ന് വ്യക്തമല്ല, എന്തായാലും ഹലാലാണെന്ന് തീർത്ത് പറയാൻ പറ്റൂല, ഹറാമാണെന്ന് തീർത്ത് പറയാനും പറ്റില്ല, അതിന്റെ ഇടയിലുള്ളൊരു കാര്യം, അതും സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒഴിവാക്കുന്നു. ഈ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ, ഈ ഒരു അടയാളം കാണപ്പെടുന്നുവെങ്കിൽ അത് വിജയത്തിന്റെ നാം എണ്ണിപ്പറയുന്ന 5ാമത്തെ അടയാളമാണ്. മഹാന്മാർ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് അവിടെ നിന്നുകൊണ്ട് ഒരല്പം പറയേണ്ടതുണ്ട്. അതിനാൽ ഇൻഷാ അല്ലാഹ് അനുബന്ധമായ കുറച്ച് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാളെയുടെ ഓരോ നിമിഷങ്ങളും ഹറാമിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഉള്ളത്. നാളെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാവി. ഇന്നുള്ളതിനേക്കാൾ ഹറാമിന് കൂടുതൽ സാഹചര്യങ്ങളും സാധ്യതകളും കാണപ്പെടുന്ന ഒരവസ്ഥയാണ് നമുക്ക് അതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. പഴയ കാലത്ത് ഇത്ര കണ്ട ഹറാമിന്റെ പരിസരങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതിൽ ഒരു തെറ്റും കാണുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറെ കാര്യങ്ങൾ നമ്മളോട് അരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹറാമ് എന്ന ആ ഒരു പരിഗണന പോലും നൽകാതെയാണ് നമ്മുടെ ചില പ്രവർത്തനങ്ങൾ നാം കൊണ്ടു നടക്കുന്നത്. അത് കണ്ടാൽ നമുക്ക് തോന്നും അത് ഹലാലാണോ എന്ന്. ഉദാഹരണം, കളവ് പറയുന്നത്. നമ്മെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഒരു നിത്യ അനുഭവമായി, ഒരു സ്വഭാവമായി നമ്മുടെ ശീലങ്ങളിൽ ചേർക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് കളവ് പറയുന്നതിന് ഒരു മടിയുമില്ല. കളവ് പറയാൻ തന്നെ ചെറുപ്രായം മക്കൾ ഉപയോഗിച്ചു വരുന്നു എന്ന ഒരു വലിയ സങ്കടവും ഇതിനോടൊപ്പം ചേർത്ത് പറയണം. കളവ് പറയുന്നതിന് ഇസ്ലാം കൊടുക്കുന്ന ഗൗരവകരമായ അവസ്ഥയും അതിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാം പഠിപ്പിച്ചു തരുന്ന ശിക്ഷാമുറകളും നമ്മളൊന്ന് ആലോചിച്ചാൽ, അള്ളാഹുവേ, എത്ര ഭയാനകരമായ അവസ്ഥയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ മുന്നിൽ പഠിപ്പിക്കുന്നത് കളവ് പറയുന്നതിന്റെ ഗൗരവത്തെ കുറിച്ച്.
അള്ളാഹുവിന്റെ മുന്നിൽ 2 പദവികളുണ്ട്. പുന്നാര നബിതങ്ങൾ പറയാണ്, അള്ളാഹുവിന്റെ മുന്നിൽ 2 പദവികളുണ്ട്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, റബ്ബിന്റെ മുന്നിൽ 2 പദവികളുണ്ട്. ഒന്നാമത്തെ പദവി സത്യസന്ധൻ എന്ന പദവിയാണ്. രണ്ടാമത്തെ പദവി പെരുങ്കള്ളൻ എന്ന പദവിയാണ്. പെരുങ്കള്ളൻ, അങ്ങനെ 2 പദവിയുണ്ട്. ഹദീസ് ഞാൻ വായിക്കാം. ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർരി വ ഇന്നൽ ബിർര യഹ്ദി ഇലൽ ജന്ന. തീർച്ചയായിട്ടും സത്യം പറയാ എന്ന ശീലമുണ്ടെങ്കിൽ അത് നന്മയിലേക്കാണ് മനുഷ്യനെ നയിക്കുന്നത്. നന്മയാകട്ടെ മനുഷ്യനെ കൊണ്ടുപോകുന്നത് സ്വർഗത്തിലേക്കാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സത്യം പറയലും സത്യം ശീലിക്കലും നന്മയിലേക്കാ ചേർക്കുന്നത്. ഒരുപാട് നല്ല കാര്യം ചെയ്യാൻ പറ്റും. ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ഹബീബായ നബിയോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിലവിൽ അദ്ദേഹം മുസ്ലിമായിട്ടില്ല, ഹബീബിനെ വല്ലാത്ത ഇഷ്ടമാണ് നബിയെ, അങ്ങയോട് ഞാൻ പറയട്ടെ, ഒരുപാട് ദുശീലങ്ങളിൽ എന്നിലുണ്ട്. ഞാൻ കള്ളുകുടിക്കുന്നവനാ, ഞാൻ വ്യഭിചരിക്കുന്നവനാ, പച്ചയായി പലിശ വാങ്ങി തിന്നുന്നവനാ ഞാൻ നബിയെ. ഒരുപാട് ദുശീലങ്ങളുണ്ട്, എന്റെ വർത്തമാനം മുഴുവനും കളവാണ്. എനിക്ക് ഇതെല്ലാം നിർത്തിയിട്ടൊന്നും നന്നാവണം. ഞാൻ ഇതിലേതെങ്കിലും ഒരു പ്രവർത്തനം നിർത്തണമെന്ന് അങ്ങ് ആദ്യം പറയുകയാണെങ്കിൽ ഏത് പ്രവർത്തനാണ്? മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹോദരനോട് ആദ്യം നിർത്താൻ പറഞ്ഞ പ്രവർത്തനം, കുറെ തെറ്റുകൾ അദ്ദേഹം നിരന്തരം ചെയ്യുന്ന തെറ്റുകൾ ഏറ്റു പറഞ്ഞപ്പോ അതിൽ ആദ്യം നിർത്താൻ പറഞ്ഞത്, നീ കളവ് പറയല് നിർത്തണമെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താ? ഈ കളവ് പറയൽ നിർത്തിയാൽ, അവൻ സത്യം പറയാൻ തീരുമാനിച്ചാൽ, ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബർരി ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർരി. സത്യം പറയുക എന്ന ശീലമുണ്ടായാൽ അത് നന്മയിലേക്ക്, മറ്റെല്ലാ നന്മകളിലേക്കും അവനെത്താൻ കഴിയും. മറ്റെല്ലാ നന്മകളിലേക്കും ചേരാൻ കഴിയും. എല്ലാ നന്മകളിലേക്കും ചേരുക എന്നത് അവനെ കൊണ്ടുപോയി എത്തിക്കുന്നത് സ്വർഗത്തിലാണ്. ഇനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പദവി ഹബീബ് പറയുന്നത്, ഒരു മനുഷ്യനങ്ങ് സത്യം പറയല് ജീവിതത്തിന്റെ ശീലമാക്കിയാൽ അള്ളാഹുവിങ്കലുള്ള ഒരു മഹാനായ മനുഷ്യന് കിട്ടുന്ന പദവിയാണ് സിദ്ദീഖ് എന്ന പദവി. സത്യം പറയല് ശീലമാക്കുന്ന മനുഷ്യനെ അല്ലാഹു സിദ്ദീഖ് എന്ന പദവിയിലേക്ക് ചേർക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. സിദ്ദീഖ് എന്ന പദവി കിട്ടാ അത് വലിയ ഒരു ശ്രമകരമായ കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഏപ്രിൽ ഫൂൾ നമ്മളൊരു നിസ്സാരമായ ലാഘവത്തോടുകൂടെ എത്രയോ വീടുകളിലേക്ക് മരണവാർത്തകൾ വിളിച്ചു പറയുന്ന അപകടകരമായ അവസ്ഥയുണ്ട്. അതിനെ വളരെ തമാശാരൂപേണ കാണുന്ന യൗവനമാണ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ളത്. ഏപ്രിൽ ഫൂള് ഓരോരുത്തരും നെയ്യത്താക്കി വെച്ചിട്ടുണ്ടാവും പറ്റിക്കാൻ. നേരം വെളുത്ത് എഴുന്നേറ്റ് വരുമ്പോ ഭാര്യയോട് പറയാൻ, ഭർത്താവിനോട് പറയാൻ, മക്കളോട് പറയാൻ. എന്നിട്ട് ഏപ്രിൽ ഫൂൾ. ഒരിക്കലൊരു യാത്രയിൽ 2-3 ചെറുപ്പക്കാര് അവരുടെ ബൈക്ക് ഹൈവേയിൽ ഇങ്ങനെ മറിച്ചിട്ടിട്ട് ഇങ്ങനെ മലർന്ന് കിടക്കാം. പെട്ടെന്ന് വാഹനം നിർത്തി നോക്കിയപ്പോ ചെറുപ്പക്കാരെന്തോ അപകടം പറ്റി കിടക്കുന്ന പോലെ. പക്ഷെ അപകടത്തിൻ്റെതായ ഒരു അവസ്ഥയും അവിടെ കാണുന്നില്ല. രക്തമോ അല്ലെങ്കിൽ വാഹനങ്ങൾ തകർന്ന അവസ്ഥയോ ഒന്നുമില്ല. ഒരുപാട് ആളുകൾ ചുറ്റും കൂടി. ചെറുപ്പക്കാരെങ്ങനെ ഹൈവേയുടെ ഒരു ഭാഗത്ത് ഇങ്ങനെ വണ്ടി കൂട്ടിയിടിച്ച മാതിരി കിടക്കുന്ന. എല്ലാവരും ഇറങ്ങി അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോ ഈ ചെറുപ്പക്കാര് പതുക്കെ കണ്ണടച്ച് പിടിച്ചിരിക്കുന്ന അവരുടെ മുഖഭാവത്തിൽ പുഞ്ചിരി വിടരുന്നുണ്ട്. പെട്ടെന്ന് റെഡി 1 2 3 എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ പൊട്ടിച്ചിരിയാണ്. ഏപ്രിൽ ഫൂൾ എന്ന് പറഞ്ഞിട്ട്. അന്ന് ഏപ്രിൽ 1 അതിരാവിലെ 8:30 മണി 9 മണി സമയത്താണ്. ആലോചിച്ച് നോക്കണേ, ഇവരെ ശകാരിക്കാനും ഇവരെ ശാസിക്കാനും ഇതിന് സാക്ഷികളായ ആളുകൾ തയ്യാറാവേണ്ടതിന് പകരം അവർ അതിന്റെ കൂടെ ചിരിക്കാൻ ചെയ്തത്. കാരണം എന്താ? ഏപ്രിൽ ഫൂൾ നമ്മുടെ സംസ്കാരത്തോട് അത്ര കണ്ട് ലയിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.
ഹറാമായ കാര്യങ്ങൾ ഒഴിവാക്കാൻ മനുഷ്യന് കഴിയാതെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ചിന്തിച്ചു നോക്കണം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്നാൽ ഒരു മനുഷ്യന് അള്ളാഹുവിന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന രണ്ടാമത്തെ പദവി അത് പെരുങ്കള്ളൻ എന്ന പദവിയാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, വ ഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂരി വ ഇന്നൽ ഫുജൂറ യഹ്ദി ഇലൻ നാരി. ഒരാൾ കളവ് പറയാൻ തീരുമാനിച്ചാൽ കളവ് അവനെ കൊണ്ടുപോയി എത്തിക്കുന്നത് നരകത്തിലാണ്. നരകത്തിലേക്ക് എത്തുമെന്ന് ഉറപ്പുള്ള മനുഷ്യനെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറയുന്നു, അവൻ കളവ് പറയുന്ന ശീലമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ അവനെ കുറിച്ച് പറയപ്പെടുന്നത് കെദ്ദാബ് എന്ന പദവിയുള്ളവനെന്ന. കെദ്ദാബ് പെരുങ്കള്ളൻ. ഇമാം ബുഖാരി, മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാം റളിയല്ലാഹു അൻഹു. പിന്നെ ഈ ഏപ്രിൽ ഫൂൾ എന്ന് പറയുന്ന സംസ്കാരം എങ്ങനെയാണ് ലോകത്ത് ഉണ്ടായത്? അത് വലിയ അഭിപ്രായ വ്യത്യാസമുള്ള ചരിത്രമാണ്. ധാരാളം ചരിത്ര ശകലങ്ങൾ അത് സംബന്ധമായി നമുക്ക് അന്വേഷിച്ചാൽ കാണാൻ കഴിയും. അതിൽ ശ്രദ്ധേയമായ ഒന്നാണ്, ഫ്രാൻസിൽ ഭരണം നടത്തിയിരുന്ന ചാൾസ് ഒൻപതാമൻ എന്ന് പറയുന്ന രാജാവ് ഗ്രിഗോറിയൻ കലണ്ടർ പരിഷ്കരിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. 1582 ഫ്രാൻസിൽ വെച്ച് ചാൾസ് ഒമ്പതാമൻ എന്ന് പറയുന്ന രാജാവ് നിലവിലെ ഗ്രിഗോറിയൻ കലണ്ടർ സംവിധാനത്തിൽ ചില പരിഷ്കരണങ്ങൾ ഉണ്ടാക്കി. അതായത് ഈ 1582 മുമ്പ് ലോകത്ത് ഒരു പുതുവത്സരം ആഘോഷിച്ചിരുന്നത് ഏകദേശം മാർച്ച് 25 മുതൽക്ക് ഏപ്രിൽ 1 കൂടിയ ദിവസം. ഏപ്രിൽ 1-നാണ് പുതുവത്സരത്തിന്റെ ലാസ്റ്റ് ആഘോഷം, അതിന്റെ പ്രധാന ആഘോഷം നടക്കുന്ന സമയം. അപ്പൊ പുതുവത്സരം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 1 എന്നായിരുന്നു. ചാൾസ് ഒൻപതാമൻ 1582 ഫ്രാൻസിൽ വെച്ചത് അങ്ങ് തിരുത്തി. അത് മാർച്ച് 25 മുതൽ ഏപ്രിൽ 1 വരെ എന്നുള്ളത് ഡിസംബർ 25 മുതൽക്ക് ജനുവരി 1 വരെ എന്ന രീതിയിലേക്ക് ആ ദിവസത്തെ ഒന്ന് മാറ്റി തിട്ടപ്പെടുത്തിയപ്പോൾ വാർത്താ വിനിമയ സൗകര്യം ഇന്നത്തെ അത്ര എന്തായാലും അന്നില്ലല്ലോ. ഇത് ജനങ്ങളിൽ ഒരു ന്യൂനപക്ഷത്തിൽ മാത്രം പ്രചരിച്ചു നിൽക്കുകയും മറ്റുള്ളവരിലേക്ക് അത് എത്താൻ വൈകുകയും ചെയ്തു. ഇത് അറിയാത്ത കുറെ പാവങ്ങൾ ആ കഴിഞ്ഞ വർഷം പുതുവത്സരം ആഘോഷിച്ചത് മാർച്ച് 25 മുതൽ ഏപ്രിൽ 1 എന്ന ആ കണക്കിൽ തന്നെ അവർ കുറെ വർഷങ്ങളോളം പുതുവത്സരം ഏപ്രിൽ 1 ആഘോഷിക്കുന്ന അവസ്ഥയുണ്ടായി. ചരിത്രത്തിൽ ഇതിന്റെ സ്ഥാനം മാറ്റി എന്നത് അറിയാതെ ഇങ്ങനെ ആഘോഷിച്ച ആളുകളെ വിഡ്ഢികളാണ് ആ ദിവസങ്ങൾ ആഘോഷിച്ചത് എന്ന അർത്ഥത്തിൽ വിഡ്ഢികളുടെ ദിനമായി, വിഡ്ഢികൾ ആഘോഷിച്ച പുതുവത്സര ദിനമായി ഏപ്രിൽ 1 കാണുന്നു എന്ന ഒരു യൂറോപ്യൻ ചരിത്രം ഇതിന്റെ പിന്നിൽ നമുക്ക് കാണാൻ കഴിയും. ബ്രിട്ടീഷുകാരുടെ ആഗമനത്തോടുകൂടെ ഇന്ത്യ പലതും അവരിൽ നിന്നും സ്വീകരിച്ച കൂട്ടത്തിൽ ഈ സംസ്കാരവും സ്വീകരിച്ചു എന്നാണ് നമ്മുടെ വായനയിലൂടെ ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. ഏതായാലും അത് ഇസ്ലാമിക സംസ്കാരവുമായി ഒരു ബന്ധവുമില്ല. നമ്മുടെ ചുറ്റും അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളുണ്ട്. റഹ്മത്തിന്റെ മലക്കുകൾ അകന്നു പോകുന്നത് ഏപ്രിൽ ഫൂൾ ആഘോഷിക്കുന്നവൻ അറിയുന്നില്ല. ഹബീബ് പഠിപ്പിച്ചല്ലോ. ഇമാം തുർമുദിയുടെ ജാമിഉലുണ്ട് ഹദീസ്. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കദബൽ അബ്ദു, ഒരു അടിമ ഒരു കളവ് പറയുമ്പോൾ, ഞാനും നിങ്ങളും ഒരു നുണ പറയുമ്പോൾ, ഹബീബ് പറയാ തബഅദ അൻഹുൽ മലക്കു മൈല, അവന്റെ അടുത്തുള്ള റഹ്മത്തിന്റെ മലക്ക് ഒരു മൈൽ അകലേക്ക്, അവന്റെ അടുത്തുള്ള റഹ്മത്തിന്റെ മലക്ക് ഒരു മൈൽ അകലയിലേക്ക് ഓടി അകലും. എന്താ കാരണം? മിന്നത്തിന് മാ ജാഅ ബിഹി, ഞാനും നിങ്ങളും പറയുന്ന കളവിന്റെ വർത്തമാനത്തിന് ദുർഗന്ധമാണ്, മലക്കിനത് ഇഷ്ടമല്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കളവിന്റെ വചനത്തിന് ദുർഗന്ധം അങ്ങനെ ഉണ്ടോ? ഉണ്ട്. അപ്പൊ നമുക്ക് എന്താ അത് കിട്ടാത്തത് നമ്മൾ ഇത് തന്നെ ശ്വസിക്കുന്നത് കൊണ്ട് അത് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. ഇമാം തുർമുദിയുടെ ജാമിഉലുണ്ട് ഹദീസ്. കളവ് പറയുന്നവന്റെ വായിൽ നിന്നും ആ കളവിന്റെ വർത്താനം പുറത്തേക്ക് വരുമ്പോ
അവന്റെ ചുറ്റിലുമുള്ള റഹ്മത്തിന്റെ മലക്കുകൾക്ക് അസഹ്യമായ ദുർഗന്ധം അനുഭവിക്കാൻ കഴിയുന്നു. മലക്കുകൾ അകന്നു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അർത്ഥത്തിലാണ് നമ്മൾ കളവിനെ കുറിച്ച് നമ്മുടെ പ്രമാണങ്ങൾ വിലയിരുത്തിയത് കാണുന്നത്. മറ്റൊരു ഹദീസ് കൂടി ഞാൻ ചേർത്ത് വെക്കട്ടെ. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ കാണാം, അൻ ജാബിർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു ഖാല കുന്നാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഞങ്ങൾ അവിടുത്തെ കൂടെ ഉള്ളപ്പോൾ ഒരു ശവന്നാറുന്ന ഒരു മണം ഞങ്ങളുടെ ഇടയിലേക്ക് വന്നു. ഒരു ശവം, ഏതോ ഒരു ജീവി ചത്ത് അതിന്റെ ശവത്തിന്റെ മണം ഇങ്ങനെ ദുർഗന്ധം ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെ അങ്ങോട്ട് പറന്നപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിനും ഈ മണം കിട്ടി. ഈ ദുർഗന്ധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടി. ചോദിച്ചു, അത്തദറൂന ഹാദിഹി മാ ഹാദിഹി റീഹ്, എന്താണ് ഈ ദുർഗന്ധമെന്ന് നിങ്ങൾക്കറിയുമോ സഹാബ? സഹാബികളായ ഞങ്ങൾ പറഞ്ഞു, നബിയെ ഞങ്ങൾക്കറിയില്ല, എന്നാൽ നിങ്ങൾക്കറിയുമോ? ഹാദിഹി റീഹുല്ലദീന യഗ്താബൂനൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളെ ഗീബത്ത് പറയുന്നവന്റെ വർത്താനം പുറത്തേക്ക് നിർഗളിക്കുമ്പോൾ അതിന്റെ ദുർഗന്ധമാണ്. ഗീബത്ത് എന്ന് പറയുന്ന ദുഷിച്ച വർത്തമാനത്തിന്റെ ദുർഗന്ധമാണ്. നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന ഈ ദുർഗന്ധമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മലക്കുകൾക്ക് ഇഷ്ടമില്ലാത്ത മണ. മഹാന്മാര് പറയുന്നുണ്ട്, വഖീല ലി ബഅദിൽ ഹുക്മാഇ മൽ ഹിക്മത്തു ഫീ അന റീഹൽ ഗീബത്തി വനത്നിഹാ كانت تتبين على عهد رسول الله صلى الله عليه وسلم ولا تتبين في يومنا هذا. മഹാന്മാരായ തസവുഫിന്റെ ആലിമീങ്ങളോട്, മഹാന്മാരായ ഔലിയാക്കന്മാരോട് പലരും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഹബീബിന്റെ കാലഘട്ടത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഗീബത്ത് പറയുന്നതിനും കളവ് പറയുന്നതിനും ഒക്കെ ദുർഗന്ധം അനുഭവിക്കാൻ അന്ന് ജീവിച്ച ആളുകൾക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്താ ഇന്ന് നമ്മുടെ കാലത്ത് എന്താ ഇത് പറ്റാത്തത്? ഇന്നെന്താ കളവ് പറയലില്ലേ? ഇന്നെന്താ ഗീബത്ത് പറയലില്ലേ? ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കിട്ടിയ ആ ദുർഗന്ധം എന്തേ നമുക്ക് കിട്ടാത്തത്? അപ്പോൾ അവര് ഈ ഹുക്കമാ കൊടുത്ത മറുപടി എന്ന് പറഞ്ഞാൽ, അന്നൽ ഗീബത്ത് ഖദ് കസറത് ഫീ യൗമിനാ ഫംതലഅൽ ഉനൂഫ് മിൻഹാ ഫലം തതബയ്യൻ റായിഹ. ഇന്ന് ഗീബത്തും നമീമത്തും കളവും ഇങ്ങനെ പെരുത്ത് വന്നപ്പോ നമ്മുടെ മൂക്ക് ഇതിങ്ങോട്ട് തിങ്ങി നിറഞ്ഞു. ഇതല്ലാത്ത മറ്റൊന്നും ഈ മൂക്കിന്റെ അനുഭവത്തിൽ വരാത്തത് കൊണ്ട്, ഇതിന്റെ ദുർഗന്ധം മൂക്കിനെ സംബന്ധിച്ച പരിചയമുള്ള ഒരു മണമായതുകൊണ്ട് മറ്റതിനെ തിരിച്ചറിയാൻ കഴിയാതെ വരുന്നു. ഇതല്ലാത്ത മറ്റൊന്നിനെ തിരിച്ചറിയാൻ കഴിയാതെ വരുന്നു. അത് മൂക്കിന്റെ ബലഹീനതയായി, ഇതിന്റെ ഒരു പരിമിതിയായി മഹാന്മാരെ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. തുകൽ ഊറക്കിടുന്ന ഒരു സ്വഭാവമുള്ള ആളുടെ വീട്ടിൽ, തുകൽ ഊറക്കിടുന്ന ഒരു പരിസരമാണ് അയാളുടെ വീട്ടിലുള്ളത്. ആ സന്ദർഭത്തിൽ അയാളുടെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വന്നാൽ ഈ തുകൽ ഉറക്കിടുന്ന ദുർഗന്ധം പുതുതായി കടന്നു വന്ന ആൾക്ക് സഹിക്കാൻ കഴിയില്ല. ആ മനുഷ്യന്റെ വീട്ടിൽ വെച്ച് ഈ പുതുതായി കടന്നു വന്ന ആൾക്ക് ഭക്ഷണം കൊടുത്താൽ കഴിക്കാൻ കഴിയില്ല. എന്താ കാരണം? ദുർഗന്ധം. എന്നാൽ ഈ വീട്ടിലുള്ളവർ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ. എന്തേ കാരണം? അവരുടെ മൂക്ക് ഈ മണം കുറെ കാലമായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. പണ്ട് മീൻ മാർക്കറ്റിന്റെ സമീപത്തേക്ക് ഒരു മോളെ കെട്ടിച്ചു കഴിഞ്ഞ് കുറച്ചു നാൾ കഴിഞ്ഞപ്പോ വാപ്പ വന്നപ്പോ ചോദിച്ചു, മോളെ എന്തൊരു സ്മെല്ലാണ് മോളെ, മീൻ മാർക്കറ്റിലെ മീന്റെ ആ ചീഞ്ഞളിഞ്ഞ വെള്ളവും ഒക്കെ അങ്ങനെ വരുമ്പോ ഈ മത്സ്യത്തിന്റെ ആ ഒരു ദുർഗന്ധം നീ എങ്ങനെ സഹിക്കുന്നു എന്ന് ചോദിച്ചപ്പോ മോള് പറഞ്ഞു, വാപ്പാ ഞാൻ ഇവിടെ വരുമ്പോ ഈ മണമൊന്നും അല്ല ഉണ്ടായിരുന്നത്, ഇതിലേറെ മണം ഉണ്ടായിരുന്നു. ഞാൻ വന്നിപ്പോ അങ്ങോട്ട് കുറഞ്ഞത്. എന്താ കുറഞ്ഞതല്ല, ഈ മണം ഈ സഹോദരി ശ്വസിച്ച് അവരുടെ മൂക്കിന് അത് വലിയ പരിചയമുള്ള കാര്യമായി. നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു ജോലി നമ്മളല്ലാത്ത മറ്റൊരാൾ ആദ്യമായിട്ടാ ചെയ്യണമെങ്കിൽ അയാൾക്ക് പ്രയാസമായിരിക്കും. നമ്മളെല്ലാ ദിവസവും ചെയ്യുന്നുവെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം എളുപ്പമായിരിക്കും. കാരണം നമ്മുടെ ശരീരം അതിനോട് ഇണങ്ങാണ്. എന്ന് പറഞ്ഞ പോലെ മൂക്ക് ഇണങ്ങിക്കഴിഞ്ഞു. നമ്മുടെ പരിസരത്തുള്ള ഹറാമുകൾ ഇങ്ങനെ മണത്ത് നമ്മുടെ മൂക്ക് അതിനോട് ഇണങ്ങി.
നമ്മൾ ചിലരോട് ചില കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ വലിയ വിശ്വസിച്ചു പോകുന്ന കളവ് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ നാം കാണാറുണ്ട്. പ്രത്യേകിച്ച് കച്ചവട തലത്തിൽ കച്ചവടം ചെയ്യുമ്പോൾ കളവ് പറഞ്ഞുകൊണ്ട് കച്ചവടം ചെയ്യാം, കസ്റ്റമറെ പിടിക്കാം. നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഒരു കടയിൽ ചെന്നാൽ ഒരു കസ്റ്റമറോട് ആ കടയിൽ നിൽക്കുന്ന സെയിൽസ്മാൻ, ഒരു ഉദാഹരണമാണ്, ആ കടയിലെ ഏത് സാധനം എടുത്താലും നല്ലതാണ്, പുതിയ ഐറ്റാണ്, അത് ഇപ്പൊ വന്നതാണ്, പുതിയതാണ്, നല്ല ഐറ്റാണ്, ഏതെങ്കിലും ഒന്നിനും മോശമായിട്ട് പറയില്ല. എല്ലാം നല്ല ഐറ്റാണ്, പുതിയ ഐറ്റാണ്, നല്ല ക്വാളിറ്റിയാണ്, അങ്ങനെ പറയും. തന്റെ മുന്നിൽ വരുന്ന കച്ചവട മനസ്സോടുകൂടെ ചിന്തിക്കുന്ന മനുഷ്യർ തന്റെ മുന്നിൽ വരുന്ന കസ്റ്റമറെ വിടാതിരിക്കാൻ വേണ്ടിട്ട് ഒരുപാട് കളവ് പറയാറുണ്ട്. കച്ചവടത്തിന്റെ നേരത്തെ കളവ് പറഞ്ഞ് പഠിപ്പിച്ച് പിടിപ്പിച്ച് അത് വാങ്ങാൻ വേണ്ടി വന്നയാളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ വഞ്ചന എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അബൂദാവൂദിന്റെ സുനനിൽ ഒരു ഹദീസിന്റെ ഏറ്റവും വലിയ വഞ്ചന ഏതാന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അൻ സുഫിയാൻ ഇബ്നു അസദ് അൽ-ഹളറമി റളിയല്ലാഹു അൻഹു ഖാല സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു കബൂറത്ത് ഖിയാനതൻ അൻ തുഹദ്ദിസ അഖാക ഹദീസൻ ഹുവ ലക ബിഹി മുസദ്ദിഖു വ അൻത ബിഹി കാദിബുൻ. ഏറ്റവും വലിയ വഞ്ചന എന്തെന്നറിയുമോ? നിന്റെ ഒരു സഹോദരനെ ഒരു കാര്യം നീ പറഞ്ഞ് പിടിപ്പിച്ചു, അയാൾക്ക് ബോധ്യായി, പക്ഷെ നീ പറഞ്ഞതിൽ കളവുണ്ട് എങ്കിൽ ഏറ്റവും വലിയ വഞ്ചന അതാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇമാം അബൂദാവൂദ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ ഒരു സൂക്ഷ്മത വേണം, നമുക്കൊരു സൂക്ഷ്മത വേണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് എന്താ? കഫാ ബിൽ മർഇ കദിബ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. സ്വഹീഹ് മുസ്ലിമിലുണ്ട് ഹദീസ്. ഒരു മനുഷ്യന്റെ വായിൽ കളവ് വരാനുള്ള സാധ്യത എന്തെന്നറിയോ? കേട്ടത് മുഴുവൻ പറയാൻ നിന്നാൽ അവിടുന്ന് കേട്ടു, ഇവിടുന്ന് കേട്ടു, മറ്റേ ആള് പറഞ്ഞത് കേട്ടു, ഇപ്പൊ ഞാൻ അവിടെ എന്തെങ്കിലും പറയണം. അങ്ങനെ കേട്ടതും കേൾക്കാത്തതും പറയേണ്ടതും പറയേണ്ടാത്തതുമായ എല്ലാം അങ്ങനെ പറയാൻ ഒരാളാണ് തീരുമാനിച്ചാൽ അവിടെ കളവ് വരാൻ സാധ്യതകൾ കൂടുതലുണ്ടെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടതൊക്കെ പറയാൻ ഒരാൾ ആഗ്രഹിക്കുക, കേട്ടതൊക്കെ പറയാൻ ഒരാൾ തീരുമാനിക്കുക, അത് കളവ് പറയലിലേക്ക് അവനെ എത്തിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ്. النطق زين والسكوت سلامة فإذا نطقت فلا تكن مكاثرا ما إن ندمت على السكوت مرة ولقد ندمت على الكلام مرارا. മിണ്ടാതിരിക്കുക. من صمت نجا من صمت نجا من صمت نجا. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആര് മൗനിയാണോ അവൻ വിജയിച്ചു, ആര് മൗനിയാണോ അവൻ വിജയിച്ചു. മിണ്ടാതിരിക്കാൻ ശീലിച്ചാൽ അവൻ വിജയിച്ചു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും രണ്ട് താടയല്ലിന്റെ ഇടയിലുള്ള ഒറ്റ അവയവവും രണ്ട് തുടയല്ലിന്റെ ഇടയിലുള്ള ഒരൊറ്റ അവയവവും തെറ്റ് ചെയ്യില്ലെന്ന് എനിക്ക് ജാമ്യം നിന്നാൽ അൽമൻഹൂബിൽ ജന്ന, സ്വർഗം കൊണ്ട് ഞാൻ അവന് ഉറപ്പ് നൽകുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഏപ്രിൽ ഫൂൾ നമ്മുടെ സംസ്കാരമല്ല, നമുക്ക് അതുമായി ഒരു ബന്ധവുമില്ല. അങ്ങനെയുള്ളവരെ തിരുത്തണം നമ്മൾ. ഈ വർഷം തിരുത്താ, അടുത്ത വർഷം അവര് നന്നാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ദീനിന്റെ സംസ്കാരം മറ്റൊന്നു തന്നെയാണ്. മഹാന്മാരായ മുഹദ്ദിസീങ്ങളുടെ ജീവിതത്തിൽ കാണാം, ചിലര് മഹാനായ ഒരു മനുഷ്യന്റെ കയ്യിൽ ഒരു ഹദീസ് ഉണ്ടെന്ന് അറിഞ്ഞു. ഹദീസുള്ള പണ്ഡിതനെ അന്വേഷിച്ച് ഈ ഹദീസ് പഠിച്ചെടുക്കാൻ വേണ്ടി ഹദീസ് ക്രോഡീകരിച്ചിട്ടുള്ള മഹാന്മാരായ മുഹദ്ദിസീങ്ങള് എത്രയോ മാസങ്ങളോളം യാത്ര ചെയ്ത് അവിടെ എത്തും. ഹദീസ് ഇന്ന നാട്ടിൽ ഇന്ന ആൾക്കൊരു ഹദീസ് കാണാതെ അറിയാം, അദ്ദേഹം വിശ്വസ്തനാണ്, നല്ലവനാണ്. അങ്ങനെ ചൊല്ലുന്നോടത്ത് അയാളെ ഹദീസ്, അയാളുടെ കയ്യിൽ നിന്ന് ഹദീസ് പഠിക്കാൻ വേണ്ടി ദിവസങ്ങളോളം യാത്ര ചെയ്ത് ക്ലേശപ്പെട്ട് അവിടെ എത്തി ആ ഹദീസ് പഠിച്ച് അത് എഴുതിയെടുത്തതിന്റെ പരമ്പര പരിശോധിച്ച് ഉറപ്പ് വരുത്തിയിട്ട് അങ്ങനെ കൊണ്ടുവരുന്ന സ്വഹീഹായ ഹദീസുകൾ. അങ്ങനെ എത്രയോ യാത്ര ചെയ്തിട്ട് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റളിയല്ലാഹു അൻഹു അവരുടെ സ്വഹീഹിന്റെ കിതാബുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്.
ഒരു ഹദീസ് അറിയുന്ന ഒരു പണ്ഡിതൻ താബിഈങ്ങളിൽപ്പെട്ട ഇന്ന ആളെ കണ്ട ആളെ പിന്നെ കണ്ട ആള് ഇന്ന ആളാണ്, അയാളുടെ അടുത്ത് ഒരു ഹദീസ് കാണാതെ അറിയാം, അയാൾ അങ്ങനെ കേൾക്കും, അങ്ങോട്ട് ചെല്ലും. അങ്ങനെ ഹദീസ് പണ്ഡിതന്മാർ യാത്ര ചെയ്തിട്ടാണ് ഹദീസ് കിട്ടിയത്. ഒരിക്കലും ഒരു ഹദീസ് പണ്ഡിതൻ മറ്റൊരു നാട്ടിൽ ഒരുപാട് യാത്ര ചെയ്താൽ എത്തേണ്ട നാട്ടിൽ ഹദീസുകൾ കാണാതെ അറിയുന്ന ഒരാൾ ഉണ്ട് എന്നറിഞ്ഞൊരു ഹദീസ് പഠിക്കാൻ അങ്ങോട്ട് ദിവസങ്ങളോളം യാത്ര ചെയ്തു. അവിടെ ചെന്നു. ഹദീസ് പണ്ഡിതൻ നല്ല മനുഷ്യൻ, അദ്ദേഹം ഒരുപാട് മൃഗങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യൻ. മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്ക, ഒട്ടകത്തിന് പുല്ലിട്ട് കൊടുക്ക, ഒട്ടകത്തിനെ വല്ലാതെ സ്നേഹിക്കുക, ഇങ്ങനെ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ സ്നേഹിക്കുന്ന ഒരു നല്ല മനുഷ്യൻ, ഒരു കാരുണ്യവാനായ മനുഷ്യൻ. വലിയൊരു ക്വാളിറ്റിയാണ്. മൃഗങ്ങളെ വളർത്ത എന്നത് വലിയൊരു ക്വാളിറ്റിയാണ്. ആട് മേയ്ക്കാത്ത ഒരു പ്രവാചകനും ലോകത്ത് വന്നിട്ടില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരിയിലുണ്ട് ഹദീസ്. ആട് മേയ്ക്കാത്തവരാരും നബിയായിട്ടില്ല. മൃഗങ്ങളെ വളർത്താ, പക്ഷികളെ വളർത്താ, ഇതൊക്കെ വലിയ കാര്യമാണ്. പക്ഷെ അതിനൊക്കെ കൂലി കിട്ടുമെന്ന ബോധവും കൂടി വേണം. കൂലി കിട്ടുന്ന രീതിയിൽ ഇബാദത്തിന്റെ പരിഗണനയിൽ വേണം അവയെ വളർത്താൻ വേണ്ടി. നഖം മുറിക്കാത്തവൻ പശുവിന്റെ അകിടിൽ തൊടാനേ പാടില്ല, അതിനെ വേദനിപ്പിക്കാൻ പാടില്ല. വെള്ളം കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും സമയം തെറ്റാൻ പാടില്ല. വിരുന്നിന് പോകുമ്പോൾ കൂട്ടിൽ അടച്ചിടപ്പെട്ടിട്ടുള്ള കോഴിയുടെ അവസ്ഥയെ കുറിച്ച് ചിന്തിക്കാത്ത സഹോദരിമാരില്ലേ? വീട്ടിൽ വളർത്തുന്ന പൂച്ച എവിടെ നിന്ന് ഭക്ഷണം കഴിക്കുമെന്ന് ചിന്തിക്കാത്തവരില്ലേ? ആലോചിക്കണം. ഇതൊക്കെ പുണ്യമാണ് എന്ന് പറയുകയാണ്. അതോടൊപ്പം ഇതിനൊക്കെ മഹത്വവും ഉള്ളതിന്റെ കൂടെ തന്നെ ഉത്തരവാദിത്വവും ഉണ്ട്. ഒട്ടകത്തെ തലോടുന്ന മഹാനായ ഹദീസ് പണ്ഡിതന്റെ അടുക്കിലേക്ക് ദൂരങ്ങൾ താണ്ടി ഹദീസ് ക്രോഡീകരിക്കാമെന്ന സൂഫിയായ മനുഷ്യൻ പേനയെടുത്ത് എഴുതാൻ വേണ്ടിയൊക്കെ തീരുമാനിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ എന്റെ മൃഗങ്ങൾക്കൊക്കെ വെള്ളം കൊടുത്തിട്ട് വരട്ടെ. ആയിക്കോട്ടെ. അപ്പോഴുണ്ട് ഒരു ഒട്ടകക്കുട്ടി വെള്ളം കുടിക്കുന്നോടത്ത് നിന്ന് തിരിഞ്ഞു പോകുന്നു. ഈ ഹദീസ് പണ്ഡിതൻ എന്ത് ചെയ്തു? ആ ഒട്ടകക്കുട്ടിയെ കുറെ വിളിച്ചു, വന്നില്ല. അപ്പോഴുണ്ടടാ ഒരു പുല്ല്, ഒട്ടകം കഴിക്കുന്ന ഒരു പുല്ലിന്റെ കഷ്ണം എടുത്തിട്ട് ആ ഒട്ടകക്കുട്ടിയെ വിളിച്ച്, അല്ലെ, ഓരോ മൃഗങ്ങളെ വിളിക്കാൻ ഓരോ ശൈലിയാണല്ലോ, എനിക്കറിയില്ല അത്. എന്നാലും ഈ കോഴിയെ വിളിക്കുന്നത് ബബ്ബ എന്ന് വിളിച്ചിട്ടാണ് കോഴിനെ വിളിക്കുക. അതുപോലെ തന്നെ മൃഗങ്ങളെ, നാൽക്കാലി മൃഗങ്ങളെ വെച്ച് ഉഴുകിൽ നടന്ന സമയത്ത്, പാടവും കൃഷിയിടങ്ങളൊക്കെ ഉഴുതു മറിക്കുന്ന നേരത്ത് അവരെ വിളിക്കുന്നത് വേറൊരു ശബ്ദത്തിലാണ്. അങ്ങനെ ഓരോന്നിനും ഓരോ ഇതുണ്ട്. അത് മൃഗങ്ങളെ വളർത്തുന്നവരൊക്കെ കൃത്യമായിട്ട് അറിയൂ. അപ്പൊ ഈ ഒട്ടകക്കുട്ടി വെള്ളം കുടിക്കാതെ അങ്ങോട്ട് പോണണ്ടപ്പോ ഈ മഹാനായ പണ്ഡിതൻ ഒരു പുല്ലിന്റെ കഷ്ണം എടുത്തിട്ട് അതിനങ്ങ് വിളിച്ചിട്ട് ഈ പുല്ല് കാണിച്ചപ്പോ ആ പുല്ല് തിന്നാൻ വേണ്ടി അത് ഓടി അങ്ങ് വന്നപ്പോ പുല്ലങ്ങ് മാറ്റി പിടിച്ചിട്ട് അതിനെ കെട്ടിപ്പിടിച്ച് ചുടുചുംബനം കൊടുത്ത് താലോലിച്ച് സ്നേഹിച്ച് കൊണ്ടുവന്ന് ആ വെള്ളം കുടിക്കാനുള്ള പാത്രത്തിന്റെ അടുത്ത് കൊണ്ടുവന്നു. ഈ കാഴ്ച കണ്ടതോടുകൂടെ മാസങ്ങളോളം ഈ ഹദീസ് പഠിക്കാൻ, ഒരു ഹദീസ് പഠിക്കാൻ വേണ്ടി യാത്ര ചെയ്തു വന്ന ആ സൂഫിയായ മനുഷ്യൻ തിരിച്ചുപോയി. എന്താ കാരണം? ഒട്ടകത്തെ വിശ്വസിപ്പിച്ചത് ഈ പുല്ല് നിനക്ക് തിന്നാൻ തരാമെന്ന് പറഞ്ഞല്ലേ. അതിങ്ങ് തിന്നാൻ വേണ്ടി ആഗ്രഹിച്ചു വന്നപ്പോ അത് മാറ്റിയിട്ട് നീ സ്നേഹം പ്രകടിപ്പിച്ചില്ലേ. നീ കാണിച്ചത് കള്ളത്തരമല്ലേ, നീ കാണിച്ചത് വഞ്ചനയല്ലേ, നീ കാണിച്ചത് ശരികേടല്ലേ. എന്തേ കാരണം? അതിനെ മോഹിപ്പിച്ചു, അതിന് വാഗ്ദാനം കൊടുത്ത പോലെ നീ നിന്റെ അടുക്കലേക്ക് അത് വന്നപ്പോൾ ആ പുല്ല് മാറ്റിക്കളഞ്ഞു. നിന്റെ ഹദീസ് എനിക്ക് വേണ്ട, നിന്റെ ഹദീസ് എനിക്ക് വേണ്ട. ഇങ്ങനെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ പരിശുദ്ധി നിലനിൽക്കുന്നത്. അത്രത്തോളം അള്ളാഹു അവിടുത്തെ വചനത്തെ ഈ ലോകത്ത് നിലനിർത്താണ്. ഇനി കണ്ടോ, നമ്മളും ചെയ്യാറുണ്ട് ഇങ്ങനെ, കണ്ടോ. 5 മണിക്ക് പോകാന്ന് പറഞ്ഞ് നമ്മൾ യാത്രക്ക് വീട്ടിലുള്ളവരെ റെഡിയാക്കും. എന്നിട്ടോ 5 മണി വാക്കു പറയും, ഒരുപാട് 5 മണി കഴിയും. എന്നാൽ സാന്ദർഭികമായി വൈകി പോവാറുണ്ട്. അതല്ലേ ഈ പറഞ്ഞത്, സാന്ദർഭികമായി വൈകി പോവാറുണ്ട്. ഇതങ്ങനെയല്ല, വെറുതെ പറ്റിക്കലായിട്ട് ചിലർ ചെയ്യാറുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയില്ലെങ്കിൽ ആ സമയം പറയരുത്. ഏകദേശം നമുക്ക് ഒരു 5 മണി, 6 മണി, 7 മണിയൊക്കെ ആകുമ്പോഴേക്കും പോവാം. അപ്പൊ പിന്നെ ഏതെങ്കിലും ഒരു മണിയിൽ അങ്ങോട്ട് വന്നാൽ മതിയല്ലോ. അതൊരു പുതിയ അടവായിട്ട് കാണുകയും ചെയ്യരുത്.
വാക്ക് പറഞ്ഞ പാലിക്കാത്ത അവസ്ഥ മുനാഫിഖിന്റെ സ്വഭാവമാണ്. മുനാഫിഖിന്റെ 4 അടയാളം പറഞ്ഞതിൽ അതിപ്രധാന അടയാളം അവൻ മിണ്ടിയ നുണയാ പറയാ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അബൂ ദാവൂദിന്റെ സുനനിൽ ഒരു ഹദീസ് കാണാം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ആമിർ തങ്ങൾ പറയാണ്, ഞാൻ എന്റെ ചെറുപ്രായത്തിൽ എന്റെ വീട്ടിലെ ഹബീബ് വന്നത് ഓർക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് എന്റെ ഉമ്മ എന്നെ വിളിക്കാണ്, ദഅത്നി ഉമ്മി യൗമൻ വറസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാഇദുൻ ഫീ ബൈതിനാ. ഞങ്ങളുടെ വീട്ടിൽ അല്ലാഹുവിന്റെ ഹബീബ് വന്നിരിക്കുന്നു, എന്റെ ഉമ്മ എന്നെ വിളിക്കാണ് സഅദേ, എന്റെ ഉമ്മ എന്നെ വിളിക്കാണ് അബ്ദുല്ലാഹി ഇബ്നു ആമിർ, എന്നെ പേര് ചൊല്ലി വിളിച്ചു. ഞാൻ വിളി കേട്ടു. ഫഖാലത് തആൽ ഹാ തആൽ ഉഅതീക ഹാ തആൽ ഉഅതീക. ഇവിടെ വന്ന് ഞാൻ ഒരു സാധനം തരാം, ഇവിടെ വന്ന പോലെ നിനക്ക് ഞാൻ ഒരു സാധനം തരാം. മഹാനവറുകൾ പറയാണ്, അബ്ദുല്ലാഹി ഇബ്നു ആമിർ തങ്ങൾ പറയാണ്, ഞാൻ അങ്ങ് ഉമ്മ വിളിക്കുന്ന കേട്ടാണ് ചെന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലുണ്ട്. ഫഖാല ലഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഉമ്മാനോട് റസൂലുള്ളാഹി ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ അറത്തി അൻ തുഅതിഹു, മോനെ നീ വിളിച്ചല്ലോ, എന്തോ കൊടുക്കാന്ന് പറഞ്ഞിട്ട്. നബിയെ, എന്തെങ്കിലും കൊടുക്കാൻ നിനക്ക് ഉദ്ദേശമുണ്ടോ? കാലത്ത് എന്റെ ഉമ്മ പറഞ്ഞു, അറത്തു അൻ ഉഅതിയഹു തംറ, ഞാൻ കൊടുക്കാന്ന് പറഞ്ഞത് ഒരു സാധനം തരാൻ മോനെ, നീ ഇവിടെ വാന്നല്ലേ പറഞ്ഞത്. ആ സാധനം എന്താന്ന് ഞാൻ പറയാതിരുന്നത് ഒരു കാരക്കാണ് നബിയെ. കാരക്ക തരാന്ന് പറഞ്ഞു വിളിച്ചവൻ വരൂല, ഒരു കാരക്ക തരാന്ന് പറഞ്ഞു വിളിച്ചാൽ വരൂല. അപ്പൊ ഞാനൊരു സാധനം തരാന്ന് പറഞ്ഞപ്പോ അതെന്താണ് എന്നൊരു ആകാംക്ഷയില് ഓടി വരൂലോ. എനിക്ക് അവൻ അടുത്ത് വരലാണ് ആവശ്യം. ഞാൻ തൽക്കാലം അങ്ങനെ വിളിച്ചതിന് അവനോട് നുണ പറയാൻ പറ്റില്ലല്ലോ, ഒരു സാധനം തരാന്നല്ലേ പറഞ്ഞത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു കാരക്ക കണ്ടെത്തിയിട്ടുണ്ട് നബിയെ എന്ന് മഹദി അവറുകൾ പറയാ. അപ്പോൾ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഖാല ലഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അമാ ഇന്നകി ലൗ ലം തുഅതീഹി ശൈഅൻ കുതിബത അലൈഹി കിദ്ബ അലൈകി കിദ്ബാ. പെണ്ണേ, നീ അവനെ ഒരു സാധനം തരാന്ന് പറഞ്ഞ് വിളിച്ചില്ലേ, വിളിച്ചിട്ട് അവൻ അടുത്ത് വന്നപ്പോ നീ ഒന്നും കൊടുക്കുന്നില്ല എങ്കിൽ നീ ഒരു കളവ് പറഞ്ഞതായി റബ്ബിന്റെ മലക്ക് രേഖപ്പെടുത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാറില്ലേ, നമ്മുടെ മക്കൾക്ക് നമ്മൾ വാഗ്ദാനം ചെയ്യാറില്ലേ, അത് തരാം ഇത് തരാം, ഇവിടെ വന്ന് ഒരു സാധനം തരാം പറഞ്ഞിട്ട് വരുമ്പോഴൊന്നും കൊടുക്കാനില്ലാത്തോടത്ത് പോലും അത് കളവാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അത്രത്തോളം ഈ കളവിന്റെ വിഷയം നമ്മളൊന്ന് ഗൗരവത്തോടു കൂടെ ചിന്തിക്കണം. നമ്മളിപ്പോ എവിടെന്നാ ഈ ചർച്ച പോകുന്നത്? വിജയത്തിന്റെ 11 അടയാളങ്ങളിലെ 5ാമത്തേത് നമ്മൾ പറഞ്ഞത്, ചെറുതാണെങ്കിൽ പോലും ഒരു ഹറാമും ചെയ്യൂല. ഹറാമോ ഹലാലോ എന്ന് ഉറപ്പില്ലാത്തൊരു കാര്യം. ഹറാമാണെന്ന് ഉറപ്പില്ല, ഹലാലാണെന്ന് ഉറപ്പില്ല, അതുപോലും ഉപേക്ഷിക്കാണ്. എന്താ കാരണം? വിജയം പ്രതീക്ഷിക്കുന്നവന്റെ സ്വഭാവം അതായതുകൊണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെയുള്ളടത്ത് നമ്മൾ തീർച്ചയായും ഉപേക്ഷിക്കേണ്ട ഒരു ഹറാമാണ് നമ്മുടെ ജീവിതത്തിൽ നിസ്സാര ലാഘവത്തിൽ കാണുന്ന കളവ് പറയൽ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.